Next topic is input buffering. Lexical analyzer ഓരോ character by character read ചെയ്തിട്ട് അതിനെ tokens ആയി convert ചെയ്യും അല്ലേ. അപ്പോൾ ഓരോ character read ചെയ്യുമ്പോൾ it has to need identify lexeme. എവിടെയാണ് lexemes വരുന്നത്, ഏതൊക്കെയാണ് lexemes, ഓരോ lexemesനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം അതിനുശേഷം കറസ്പോണ്ടിങ് ഓരോ lexemeനെയാണ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ lexemes ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ സിംഗിൾ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെക്സിക്കൽ അനലൈസർ നീഡ് ലോട്ട് ഓഫ് ടൈം, ഒരുപാട് ടൈം വേസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ടു ബഫർ സ്കീം. ശരിക്കും അവിടെ ഒരു ഇൻപുട്ട് ബഫറിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് വരുന്നത്. കാരണം ഒരുപാട് 1 by 1 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. സോ വി നീഡ് എ ഇൻപുട്ട് ബഫറിംഗ്. ഒരു ഫിക്സഡ് സൈസ് ഡാറ്റ നമ്മളത് ഓൾറെഡി ഒരു ബഫറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ബഫർ റീഡ് ചെയ്ത് വരുമ്പോഴേക്കും നെക്സ്റ്റ് സെക്കൻഡ് ബഫർ വീണ്ടും ലോഡ് ചെയ്ത് അങ്ങനെ ഒരു 1 by 1 ബഫേഴ്സ് ആയിട്ട് റീഡ് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ടൈം ഹെഡായിട്ട് വരുന്ന വേസ്റ്റ് ആയിട്ട് വരുന്ന 1 by 1 ക്യാരക്ടർ റീഡ് ചെയ്ത് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന ടൈം അവോയ്ഡ് ചെയ്യാം. ഇതാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടോപ്പിക് ഈസ് ഇൻപുട്ട് ബഫറിംഗ്. Because of the amount of time taken to process the characters, specialized buffering techniques have been developed to reduce the amount of overhead to process single input character. ഒരു സിംഗിൾ ഇൻപുട്ട് ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഓവർഹെഡ് 1 by 1 ഫസ്റ്റ് ഒരു ക്യാരക്ടർ റീഡ് ചെയ്ത് സെക്കൻഡ് ക്യാരക്ടർ റീഡ് ചെയ്ത് നെക്സ്റ്റ് ഒരു വൈറ്റ് സ്പേസ് വരുന്നത് വരെ റീഡ് ചെയ്തിട്ടാണ് അതൊരു ലെക്സീമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ ഒരിക്കലും അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പുതിയ ഒരു ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബഫറിംഗ്. ഈ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ടു ബഫർ സ്കീം. നമ്മളിവിടെ 2 ബഫേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ബഫർ സ്കീം വെച്ചിട്ടാണ് ഈ ഒരു സിംഗിൾ ക്യാരക്ടറിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ള ഓവർഹെഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലെക്സിക്കൽ അനലൈസറിന് വെറുതെ ഒരു ലെറ്റർ ഇങ്ങനെ റീഡ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോയാൽ പോരാ, പകരം അതിൻ്റെ ലെക്സീംസിനെ ഐഡന്റിഫൈ ചെയ്യണം. ലെക്സീംസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? നെക്സ്റ്റ് ഒരു സ്പേസോ അതല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ നേച്ചർ, അതിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് അതാത് ലെക്സീംസ് ഏതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അത് കൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് ടു ബഫർ സ്കീം. ടു ബഫർ സ്കീം എന്ന് പറഞ്ഞാൽ വി ആർ യൂസിങ് ബഫർ പെയേഴ്സ്. 2 ബഫേഴ്സാണ് യൂസ് ചെയ്യുന്നത് ടു ബഫർ സ്കീമിൽ. It involves 2 buffers that are alternatively read. 1 by 1 ഓൾട്ടർനേറ്റീവ് ആയിട്ട് റീലോഡ് ചെയ്യും. അതായത് ഒരു ബഫർ റീഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ ബഫർ ലോഡായിട്ട് വരും. അപ്പോഴേക്കും ഇപ്പോൾ റീഡ് ചെയ്ത് ബഫർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബഫറിനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓൾറെഡി റീഡ് ചെയ്ത് കഴിഞ്ഞ ബഫറിലേക്ക് പുതിയ ഡാറ്റ ലോഡാകും. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് റീലോഡ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് 2 ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഈച്ച് ബഫർ ഈസ് ഓഫ് സൈസ് n. ഓരോ ബഫറിൻ്റെയും സൈസ് എന്ന് പറയുന്നത് സൈസ് n ആണ്. n is size of disk block. Example 4096 bytes. ഒരു ഡിസ്ക് ബ്ലോക്കിന്റെ സൈസ് ആയിട്ടുള്ള 4096 ബൈറ്റ്സ് ആയിരിക്കും ഒരു ബഫറിന്റെ സൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്ക് ബ്ലോക്ക് സൈസിലുള്ള ഡാറ്റേനെ ആ ഒരു ബഫറിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ആ ബഫർ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത് വീണ്ടും ഇതേ ഫിക്സഡ് സൈസ് ഡാറ്റ കണ്ടന്റ് n സൈസിലുള്ള കണ്ടന്റ് നമുക്കതിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ലെക്സിക്കൽ അനലൈസർ ഓരോ സിംഗിൾ ക്യാരക്ടേഴ്സിനെയാണ് റീഡ് ചെയ്യുന്നത്. ഓരോ തവണയും ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യാൻ സിസ്റ്റം കോൾ ചെയ്യായിരുന്നു. പക്ഷെ അത് ഭയങ്കര ടൈം ഓവർഹെഡ് ആയതുകൊണ്ട് ബഫർ ആണെങ്കിൽ നമുക്ക് ഒരു n സൈസുള്ള ഡാറ്റേനെ ഒരു സിംഗിൾ റീഡ് കമാൻഡിൽ റീഡ് ചെയ്തിട്ട് ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. യൂസിങ് 1 സിസ്റ്റം റീഡ് കമാൻഡ്, ഒരു സിസ്റ്റം റീഡ് കമാൻഡ് ചെയ്താൽ മതി. വി ക്യാൻ റീഡ് n ക്യാരക്ടേഴ്സ് ടു ദ ബഫർ. ആ ഒരൊറ്റ റീഡ് കോളിൽ സിസ്റ്റം കോളിൽ നമുക്കൊരു n ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്തിട്ട് ബഫറിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 by 1 ക്യാരക്ടർ റീഡ് ചെയ്യുന്ന ഒരു n ക്യാരക്ടേഴ്സ് സൈസ് ഡാറ്റ റീഡ് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് ടൈം ലാഭമുണ്ട്. അതാണ് ഒരു അഡ്വാൻറ്റേജ് 2 ബഫർ സ്കീമിൽ. അതുപോലെ തന്നെ സപ്പോസ് ചിലപ്പോൾ നമ്മുടെ ആ ഫയൽ എൻഡ് ഓഫ് ദ ഫയൽ ആയിട്ടുണ്ടെങ്കിൽ സംടൈംസ് ഇറ്റ് ഈസ് ഫ്യൂർ ദാൻ n ക്യാരക്ടേഴ്സ്. ആ n സൈസിലുള്ള ഡാറ്റ കണ്ടന്റ് ഉണ്ടാവില്ല റിമൈനിങ് ദ ഇൻപുട്ട് ഫയൽ. ദെൻ എ സ്പെഷ്യൽ ക്യാരക്ടർ റെപ്രസെന്റ് ബൈ എൻഡ് ഓഫ് ദ EOF എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഫയലിനെ ഉദ്ദേശിക്കുന്നത്. എൻഡ് ഓഫ് ദ EOF ഫയൽ മാർക്സ് ഓഫ് ദ എൻഡ് ഓഫ് ദ ഫയൽ.
നമ്മൾ ഡാറ്റ ആ ഒരു ബഫറിൽ എവിടെയാണോ ഡാറ്റ തീരുന്നത്, ആ ഡാറ്റ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ എൻഡായി, ഫയൽ എൻഡായി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നെക്സ്റ്റ് ആയിട്ട് EOF മാർക്കും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുന്ന സമയത്ത് ഫയൽ എൻഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 2 ബഫർ സ്കീമ. ദിസ് ഈസ് 1 ബഫർ ആൻഡ് ദിസ് ഈസ് അനദർ ബഫർ. ഇതിൽ ഡാറ്റ കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് എപ്പോഴാണോ കഴിഞ്ഞിരിക്കുന്ന ആയതിൻ്റെ അവിടെ നമുക്ക് EOF മാർക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ബഫറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബഫർ കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 പോയിന്റേഴ്സ് ആണ്. One is the pointer lexeme begin and another is pointer forward. 2 പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. ഇതിലെ 2 പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വെറുതെ അങ്ങ് 1 by 1 ക്യാരക്ടർ റീഡ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യല്ല, പകരം ലെക്സീംസിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ റീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡിൽ എവിടെയാണോ ആ ലെക്സീം അവസാനിക്കുന്നത് ആ പൊസിഷനിൽ പോയിട്ട് നമ്മൾ സെക്കൻഡ് പോയിന്റർ ആയിട്ടുള്ള ഫോർവേഡ് കീപ്പ് ചെയ്യും. വൺസ് ഈ ഒരു ലെക്സിമിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഫോർവേഡ് എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ലെക്സിം ബിഗിൻ പോയിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ഏത് ക്യാരക്ടറാണോ റീഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അഗെയിൻ വൺസ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർവേഡ് ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് അഗെയിൻ അടുത്ത ലെക്സിം തീരുന്ന സ്ഥലത്ത് എവിടെയാണ് അടുത്ത ലെക്സിം ഉള്ളത് അവിടെ വെച്ചിട്ട് ആ ഫോർവേഡ് നിൽക്കും. അപ്പോൾ വീണ്ടും ആ ഒരു ക്യാരക്ടറിനെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലെക്സി ബിഗിൻ വീണ്ടും ആ ഫോർവേഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് പോകും. അങ്ങനെയാണ് 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പോയിന്റർ അഡ്വാൻസ് ചെയ്യാനും മറ്റേ പോയിന്റർ അതിന്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിന്റ് ചെയ്ത് വെക്കാനും, ആ ലെക്സിമിന്റെ ബിഗിനിങ് പൊസിഷനിലേക്ക് ലെക്സിം ബിഗിൻ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റേ രണ്ടാമത്തെ പോയിന്റർ ഫോർവേഡ് ചെയ്ത് നമ്മളിങ്ങനെ അഡ്വാൻസ് ചെയ്ത് നമുക്ക്, അതായത് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് സപ്പോസ് ഇത് ഈ ഒരു ഓപ്പറേറ്റർ ഇവിടെ വെച്ച് തീർന്നു നിൽക്കും, ഇനി വരുന്നത് വേറൊരു ഐഡന്റിഫയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഇത്രയും ഒരു ലെക്സീം ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. 2 ഓപ്പറേറ്റർ, എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ ആണ് ഇത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനെ റീഡ് ചെയ്ത് എടുക്കണ്ടേ, അത് കഴിഞ്ഞ് എവിടെ നിൽക്കണ്ടേന്ന് അറിയണം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലെക്സീം ബിഗിൻ ആൻഡ് ഫോർവേഡ് എന്ന് പറഞ്ഞ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹിയർ ലെക്സീം ബിഗിൻ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് ലെക്സീം. ഇപ്പോഴുള്ള കറണ്ട് ലെക്സീമിന്റെ ബിഗിനിങ് ആണ് എപ്പോഴും പോയിന്റ് ലെക്സീം ബിഗിൻ പോയിന്റ് ചെയ്യുക. സെക്കൻഡ് പോയിന്റർ ആയിട്ടുള്ള പോയിന്റർ ഫോർവേഡ് സ്കാൻ ദ ഹെഡ് അണ്ടിൽ എ പാറ്റേൺ മാച്ച്. ഫോർവേഡ് എന്ന് പറയുന്ന പോയിന്റർ ഫോർവേഡ് ചെയ്തിട്ട് എപ്പോഴാണോ ഡിസൈഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ മാച്ച് ആവുന്നത് അതുവരെ അത് ഫോർവേഡ് ചെയ്ത് പോകും. അതായത് ഒരു ലെക്സീം ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ അത് ഫോർവേഡ് പോയിന്റ് ചെയ്യും. വൺസ് ലെക്സീം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ഈസ് സെറ്റ് ദ ക്യാരക്ടർ സെറ്റ് അറ്റ് ദ റൈറ്റ് ഹാൻഡ്. ആ ലെക്സീം കഴിഞ്ഞിട്ട് വരുന്ന റൈറ്റ് ഹാൻഡിൽ, അതായത് നെക്സ്റ്റ് ലെക്സീമിന്റെ ബിഗിനിങ്ങിൽ ഫോർവേഡ് പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആഫ്റ്റർ ദ ലെക്സീം ഈസ് റെക്കോർഡ്. ഇപ്പൊ നമ്മളുടെ ഒരു ലെക്സീം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ആട്രിബ്യൂട്ട് വാല്യൂ ഓഫ് എ ടോക്കൺ റിട്ടേൺ ടു ദ പാഴ്സർ, അത് പാഴ്സറിന് റിട്ടേൺ ചെയ്യും. ദെൻ ലെക്സീം ബിഗിൻ ഈസ് സെറ്റ് ദ ക്യാരക്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലെക്സീം ഇൻ ജസ്റ്റ് ഫോം. അതിനുശേഷം ഇപ്പോഴുള്ള ലെക്സീമിനെ റീഡ് ചെയ്തിട്ട് പാഴ്സറിനെ അയച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോഴത്തെ ലെക്സീം ഇപ്പൊ ഫോർവേഡ് ചെയ്ത് നിൽക്കുന്ന പൊസിഷൻ എവിടെയാണോ അവിടേക്ക് സെറ്റ് ആവും. അപ്പൊ അതായത് അതാണ് പുതിയ ലെക്സീമിന്റെ ബിഗിനിങ് പൊസിഷൻ. അഗെയിൻ വീണ്ടും ഫോർവേഡ് അഡ്വാൻസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ മാച്ച് ഫൗണ്ട് ചെയ്യുന്നവരെ ഫോർവേഡ് ചെയ്ത് പോകും. വെൻസ് എ പാറ്റേൺ മാച്ച് ഇസ് ഫൗണ്ട് ഇറ്റ് വിൽ സ്റ്റോപ്പ്, ഇറ്റ് വിൽ സെറ്റ് ടു ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദാറ്റ് ക്യാരക്ടർ. അതിന്റെ റൈറ്റ് ഹാൻഡ് പൊസിഷനിൽ ആ ഫോർവേഡ് നിൽക്കും. അഗെയിൻ ആ ഒരു ലെക്സീം പാഴ്സറിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് 2 ബഫർ സ്കീം റൺ ചെയ്യുന്നത്. When we reach the end of one of the buffer, we must reload the other buffer from the input. നമുക്ക് end of the file ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബഫറിന്റെ എൻഡ് ആയി കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പുതിയ ബഫർ, അതായത് ഇപ്പോൾ റീഡ് ചെയ്ത ബഫറിലേക്ക് പുതിയ ബഫർ ലോഡ് ചെയ്യും. നമ്മൾ അടുത്ത ബഫറിലേക്ക് റീഡ് ചെയ്യാൻ പോകും. ആ ഒരു ബഫറിലെ കണ്ടന്റ് റീഡ് ചെയ്യുന്ന ആ ടൈമിൽ പഴയ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റേ ബഫറിന്റെ കണ്ടന്റ് റീലോഡ് ആയിട്ടുണ്ടായിരിക്കും, പുതിയ കണ്ടന്റ് റീലോഡ് ആയിട്ടുണ്ടായിരിക്കും. ഒരു ബഫറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് ബിഗിനിങ് ഫോർവേഡും ലെക്സീം ബിഗിനും ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് 2 ബഫർ സ്കീം എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ബഫറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം തന്നെ നമുക്കൊരു സിംഗിൾ ക്യാരക്ടറിനെ
ലെക്സിക്കൽ അനലൈസറിനെ റീഡ് ചെയ്യുന്നതിന്റെ ഓവർഹെഡ് ഒഴിവാക്കാനാണ്. കാരണം ഒരു 1 ക്യാരക്ടർ റീഡ് ചെയ്ത് പിന്നിക്ക് മുന്നിക്കൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലെക്സിംസിന്റെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് വി ഇൻട്രൊഡ്യൂസ് എ കൺസെപ്റ്റ്, ബഫറിംഗ് കൺസെപ്റ്റ്. വി ആർ യൂസിംഗ് ദ ടെക്നിക് 2 ബഫർ സ്കീം. 2 ബഫേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ടെക്നിക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ബഫറിന്റെയും സൈസ് n ആണ്. n ഈസ് സൈസ് ഓഫ് എ ഡിസ്ക് ബ്ലോക്ക്. എക്സാമ്പിൾ 4096 ബൈറ്റ്സ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ബഫേഴ്സ് റീലോഡ് ആയിരിക്കുന്നത്. ഒരു ബഫറിന്റെ കണ്ടന്റ് റീഡ് ചെയ്യുമ്പോഴേക്കും മറ്റേ ബഫറിന്റെ കണ്ടന്റ് പുതിയ ബഫറിലേക്ക് കണ്ടന്റ് ഡാറ്റ ലോഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് ലെക്സിൻ ബിഗിൻ ആൻഡ് അനദർ ഈസ് ഫോർവേഡ്. ലെക്സിൻ ബിഗിൻ എന്ന് പറയുന്നത് ആ ഒരു ലെക്സിമിന്റെ ബിഗിനിങ് പൊസിഷനെ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർവേഡ് എന്ന് പറയുന്നത് സ്കാൻ എഹെഡ് അൺടിൽ എ പാറ്റേൺ മാച്ച് ഇസ് ഫൗണ്ട്. ഒരു പാറ്റേൺ ഫൗണ്ട് ചെയ്യുന്നവരെ അത് സ്കാൻ, ഫോർവേഡ് എന്ന് പറയുന്ന പോയിന്റർ സ്കാൻ ചെയ്തു പോകും. പിന്നെ ഒരു വട്ടം ലെക്സിം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടർ സെറ്റ് അതിന്റെ റൈറ്റ് ഹാൻഡിൽ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ വാല്യൂ പാഴ്സറിന് റിട്ടേൺ ചെയ്യും, സിമ്പിൾ ടേബിൾ സ്റ്റോർ ചെയ്യും. അഗെയിൻ ലെക്സിം ബിഗിൻ പുതിയ ഫോർവേഡ് പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സെറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫയലിന്റെ എൻഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ബഫർ അതിലേക്ക് ലോഡാവും. ഓക്കെ, ഇത്രയാണ് ഇൻപുട്ട് ബഫർ സ്കീമിൽ വരുന്നത്. ഇനി നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു കൺസെപ്റ്റാണ് സെന്റിനൽസ്. സെന്റിനൽസ് എന്ന് പറയുന്നത് ശരിക്ക് 2 ബഫർ സ്കീമിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഒന്നും കൂടെ അതിനെ ഇംപ്രൂവൈസ് ചെയ്തിരിക്കുക. എന്താണ് ആ കൺസെപ്റ്റ് നോക്കാം. When we use 2 buffer scheme, we must check each time when we advance forward that we have not moved one of the buffer. നമ്മൾ ഓരോ തവണയും ക്യാരക്ടർ റീഡ് ചെയ്യുന്ന സമയത്ത് 2 ബഫർ സ്കീം ആണെങ്കിൽ നമുക്ക് ക്യാരക്ടറും റീഡ് ചെയ്യണം, പാരലലി ആ ബഫറിന്റെ എൻഡ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. എന്തിനാ ബഫറിന്റെ എൻഡ് ആയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു ബഫർ കഴിഞ്ഞാല് നമുക്കത് അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് ബഫറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പഴയ ബഫറിലേക്ക് കണ്ടന്റ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബഫർ കഴിഞ്ഞു എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പഴയ ബഫറിലേക്ക് കണ്ടന്റ് ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് രണ്ടും ഇങ്ങനെ പാരലലി ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഒരു ബഫർ തീർന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ ഒരു ബഫറിന്റെ എൻഡ് പൊസിഷനിൽ നമ്മളൊരു എൻഡ് ഓഫ് ദ ഫയൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനാണ് സെന്റിനൽസ് എന്ന് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴാണ് എൻഡ് ഓഫ് ദ ഫയൽ കാണുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു ബഫർ കഴിഞ്ഞു, വി ആർ മൂവ് ടു ദ നെക്സ്റ്റ് ബഫർ. അപ്പോൾ ഈ ബഫർ ലോഡ് ചെയ്ത് വെക്കണം. സോ അതാണ് സെന്റിനൽസ് എന്ന കൺസെപ്റ്റ്. If you do, we must reload the other buffer. When we use the 2 buffer scheme, we must check each time we advance. ഓരോ തവണയും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വി ഹാവ് നോട്ട് മൂവ് ടു വൺ ഓഫ് ദ ബഫർ. നമ്മൾ ഒരു ബഫറിൽ നിന്ന് മറ്റേ ബഫറിലേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മളപ്പോൾ പോകുന്ന സമയത്ത് വി മസ്റ്റ് റീലോഡ് അതർ ബഫർ. നമ്മൾ നെക്സ്റ്റ് ബഫറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പഴയ ബഫർ റീലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കണം. സോ ഫോർ ഈച്ച് ക്യാരക്ടർ റീഡ് നമ്മൾ 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഡു 2 test parallelly, one for end of the buffer and one to determine what character is read. So നമ്മൾ ഓരോ തവണ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും എൻഡ് ഓഫ് ദ ബഫർ ആയോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, രണ്ടാമത് നമ്മൾ ഏത് ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത് വെച്ചിട്ട്. സോ ഈ ഒരു 2 ടെസ്റ്റ് ഒഴിവാക്കുന്നതിന് പകരം നമുക്കത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള എൻഡ് ഓഫ് ദ ഫയൽ എന്ന് പറയുന്നത് ബഫറിന്റെ എൻഡിൽ ആഡ് ചെയ്യാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈച്ച് ബഫർ ഹോൾഡ് എ സെന്റിനൽ ക്യാരക്ടേഴ്സ് അറ്റ് ദ എൻഡ്. ഓരോ ബഫറിന്റെ എൻഡിൽ ഈ സെന്റിനൽ ക്യാരക്ടർ ആഡ് ചെയ്യാണ്. സെന്റിനൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ദാറ്റ് കനോട്ട് ബി പാർട്ട് ഓഫ് ദ സോഴ്സ് പ്രോഗ്രാം. ആ സോഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമല്ല, പകരം നമ്മൾ ഈ പ്രോഗ്രാമിന്റെ മിഡിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് ബഫർ. ഇവിടെ 2 ബഫർ സ്കീമാണ്. ഇവിടെ നിന്ന് മുതൽ ഇതൊരു ബഫർ, ഇത് മുതൽ ഇതൊരു ബഫർ. ഈ ഒരു ബഫറിൽ കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് EOF ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമല്ല, പകരം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എൻഡ് ഓഫ് ദ ഫസ്റ്റ് ബഫർ. സോ നമ്മൾ ഇവിടെ പെട്ടെന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് EOF കണ്ടു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ ഈ ബഫർ കഴിഞ്ഞു, നമ്മൾ നെക്സ്റ്റ് ബഫറിലേക്ക് പോവുകയാണ്. സോ ആ ടൈം കൊണ്ട് ഈ ബഫറിലേക്ക് കണ്ടന്റ് നമ്മൾ ലോഡ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അഗൈൻ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. വൺസ് എൻഡ് ഓഫ് ദ ഫയൽ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടന്റ് ഇവിടെ നിന്ന് വീണ്ടും ഫോർവേഡ് ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബൈ ദ ടൈം ഈ ഒരു കണ്ടന്റ് ആഡ് ചെയ്യും. ഇത് കൂടാതെ നമ്മൾ ഒരു കണ്ടന്റ്, ഒരു ഫയലിലെ കണ്ടന്റ് തീർന്നു കഴിഞ്ഞാൽ അത് എൻഡ് ഓഫ് ദ ഫയൽ ഇൻഡിക്കേറ്റ് ചെയ്യാനും ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ട് EOF. അപ്പോൾ
രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് എൻഡ് ഓഫ് ദ ബഫർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഫയൽ. ഈ ഒരു EOF എന്ന് പറയുന്നത് ഈ എൻറ്റയർ ഫയൽ തീർന്നു, ദിസ് ഇസ് വേക്കൻറ്റ് സ്പേസ്, അതാണ് കാരണം ഈ രണ്ട് EOF എന്ന് പറയുന്നത് ഓരോ ബഫറിന്റെ എൻഡുമാണ്. ഇത്രയാണ് ഇൻപുട്ട് ബഫറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാനുള്ളത്. ഒന്ന് 2 ബഫർ സ്കീമും അതിലേക്ക് ഒരു അഡ്വാൻസ് കൺസെപ്റ്റ് കൊണ്ടുവന്നുള്ള സെന്റിനൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സെന്റിനൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഫോർ എക്സാമ്പിൾ എൻഡ് ഓഫ് ദ ഫയൽ. ഈ ക്യാരക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ബഫർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഓരോ ടൈമിൽ 2 ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ലഘൂകരിക്കാനാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത്രയാണ് ഇൻപുട്ട് ബഫറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാനുള്ളത്. താങ്ക് യു.